ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ? അപ്പം ഞങ്ങൾ ഇന്ന് പുറത്ത് പോവാണ്. ഞങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഹസ്ബൻഡ് നാട്ടിൽ വന്നിട്ടുണ്ട്. അപ്പം ഞാനും മക്കളും എല്ലാവരും ഇന്ന് കുട്ടികൾക്ക് സ്കൂളും ഇല്ല. അതുകൊണ്ട് രാവിലെ തന്നെ ഇറങ്ങാമെന്നൊക്കെ പ്ലാൻ ചെയ്തെങ്കിലും അവസാനം ഇറങ്ങുമ്പോൾ 11:30 മണി അങ്ങനെ ആയിന്. ഇന്ന് ഞങ്ങൾ പോയത് കണ്ണൂരിലേക്കാണ്. കണ്ണൂരിലുള്ള കുറച്ച് സ്ഥലങ്ങളൊക്കെ കാണാൻ വിചാരിച്ചിട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ ഇന്ന് ഞങ്ങൾ ആദ്യം പോയത് പെറ്റ് സ്റ്റേഷനിലേക്കാണ്. ഞാൻ ആദ്യമായിട്ടാണ് പോകുന്നത്. ഇതിന് മുമ്പിട്ട് ഒരുപാട് തവണ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയെങ്കിലും പോയിട്ടില്ല. ഫസ്റ്റ് ടൈമാണ്. ഞാനും മക്കളൊന്നും കണ്ടിട്ടില്ല. അപ്പോൾ ഞങ്ങൾ കണ്ണൂരെ പെറ്റ് സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. നല്ല നട്ടുച്ചക്ക് എത്തിയത്. അപ്പോൾ അവിടുന്ന് ആദ്യം കുട്ടികൾ ജ്യൂസൊക്കെ വാങ്ങിക്കുടിച്ചു. അതിനുശേഷം ഞങ്ങൾ കുറച്ച് സെൽഫിയൊക്കെ എടുത്ത് ടിക്കറ്റ് എടുത്തിട്ട് ഞങ്ങൾ അകത്ത് കയറി. ഒരാൾക്ക് 200 രൂപയാണ് ടിക്കറ്റ്. 200 രൂപയ്ക്ക് കാണാനുള്ളതൊക്കെ ഉണ്ട് അത്യാവശ്യം. കുറച്ച് സമയം നമുക്ക് അവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റും. ആനിമൽസും ബേർഡ്സും എല്ലാം ഉണ്ട്. അപ്പോൾ അവരെ കൂടെ ഫോട്ടോ എടുക്കാം. എൻ്റെ മോന് ചെറിയ ആൾ ആദ്യമായിട്ടാണ് ഇതൊക്കെ കാണുന്നത്. അപ്പോൾ ഹൈസിന് അവന് നല്ല ഇഷ്ടമായിന്. അവനിങ്ങനെ ഓടിച്ചാടി നടക്കുന്നുണ്ട്. ഒരുപാട് ബേർഡ്സ് ഉണ്ട്. ഒരുപാട് മൃഗങ്ങളുണ്ട്. അപ്പം ഞങ്ങൾ കുറേ ഫോട്ടോ എല്ലാം എടുത്ത് ഞങ്ങൾ അവിടെ കുറച്ച് എലികളെയും അങ്ങനെ കുറച്ച് ജീവികളെ കണ്ടിന്. എലികളെല്ലാം പോലെ ഹാംസ്റ്റർ ആവുമല്ലോ, അപ്പോൾ അതിനെ കണ്ടിന്. കുറച്ച് താറാവ്, ഇന്നത്തെ പെട്ട ഒരുപാട് പക്ഷികളുണ്ട്, കോഴികളുണ്ട്, ഒരുപാട് ഉണ്ട്, പല വെറൈറ്റിയിലുള്ളതുണ്ട്. ഇത് ആരാപ്പായ്മയാണ്. വലിയ മീനാണ്, പക്ഷേ ചെറിയ ഒരു സ്ഥലത്താണ് ഇതിനെ വളർത്തുന്നത്. 3-4 എണ്ണം ഉണ്ട്. വളരെ ചെറിയ സ്ഥലത്താണ് അതിനെ വളർത്തുന്നത്. വേറെയും കുറേ മീനുകളുണ്ട്. അപ്പം ഞങ്ങളെല്ലാത്തിൻ്റെയും കൂടെ എന്നിട്ട് ഫോട്ടോ എടുത്ത്, ഓരോന്നിൻ്റെ ഫോട്ടോ എടുത്തിന്, അതുപോലെ വീഡിയോ എടുത്ത്. ഹൈസിനും നല്ല രസമുണ്ട്. അവനും ആദ്യമായിട്ടാണ് ഇതൊക്കെ കാണുന്നത്. ഇതാണ് പുങ്കന്നൂർ കുള്ളൻ പശു. അതായത് നമ്മളെ കുള്ളൻ പശുവാണ്, ചെറിയ പശുവാണ്. ഇത് നമുക്ക് വീട്ടിലെല്ലാം കെട്ടിയിട്ടിട്ട് വളർത്തുക. ഇതിന് നല്ല വൃത്തിയുള്ള സ്ഥലത്ത് മാത്രമേ ഇത് വളരുള്ളൂ പോലും. ഇതിൻ്റെ ചാണകത്തിന് അധികം മണമൊന്നുമില്ല പോലും. അപ്പം നമുക്ക് വേണമെങ്കിൽ വീട്ടിൽ വാങ്ങിയിട്ട് വളർത്താം. നമ്മൾ ഒട്ടക പക്ഷീനെ കണ്ട്, ഒട്ടകത്തിനെ കണ്ട്. അപ്പോൾ ഇതെല്ലാം ചെറിയൊരു സ്ഥലത്താണ്. ഇതിന് തീരെ സ്ഥലമില്ലാത്ത പോലെ ഉണ്ട് കാണുമ്പോൾ. നടക്കാൻ അവൻ്റെ കൂടിന് തീരെ സ്ഥലമില്ല. കുറേ ആടിനെ കണ്ടിന്, പലതരം വെറൈറ്റിയിലുള്ള ആടുകളുണ്ട്. നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഓരോ ജീവികളെ കയ്യിൽ വെച്ചിട്ട് ഫോട്ടോ എടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ പാമ്പിനെ ഇങ്ങനെ എടുത്തിട്ട് ഫോട്ടോ എടുത്ത് കടിക്കില്ല എന്നുള്ള ഒറ്റ ധൈര്യത്തുമ്മലാണ് നിന്നത്. അതിന് പല്ലെല്ലാം എടുത്ത് കളഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. നമ്മൾ പക്ഷികളുടെ കൂടെ നിന്നിട്ട് ഫോട്ടോ എടുത്തിന്. ഒരു ടിക്കറ്റിൻ്റെ കൂടെ ഒരാൾക്ക് ഇങ്ങനെ ഒരു മൃഗത്തിനെ ഇങ്ങനെ കയ്യിൽ വെച്ചിട്ട് ഫോട്ടോ എടുക്കാം. ഒരു ടിക്കറ്റിൻ്റെ കൂടെ ഒന്നേ പറ്റുള്ളൂ. അങ്ങനെയാണ്. ഇവിടെ കുറേ നായ്ക്കളുണ്ടായിരുന്നു. അതിനെല്ലാം രാത്രി കൂട്ടിൽ ഇടാണ്ട് പുറത്തിട്ടിട്ട് വളർത്തുന്നതാണ്. അതുകൊണ്ട് തന്നെ പകലാകുമ്പോൾ അതിന് നല്ല ഉറക്കമായിരിക്കും പോലും. അത് എല്ലാവരും ഉറങ്ങുകയാണ് ചെയ്യുന്നത്. ഇത് ഫിഷിന് ഫുഡ് കൊടുക്കുന്ന സ്ഥലമാണ്. അപ്പോൾ ടിക്കറ്റിൻ്റെ കൂടെ തന്നെ ഞങ്ങൾക്ക് ഫിഷിന് ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഫുഡ് കൂടെ തരും. അപ്പോൾ അത് ഇവിടെ നിന്നാണ് കൊടുക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഫുഡ് കൊടുത്തപ്പോൾ എനിക്ക് വല്ലാത്തൊരു ഫീലായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ കൂക്കി കൊടുത്തിന്. കുട്ടികളൊന്നും കൊടുത്തിട്ടില്ല, ഞാൻ തന്നെയാണ് മുഴുവനും കൊടുത്തത്. അതിന് പല്ലൊന്നുമില്ല, അതുകൊണ്ട് അത് കടിക്കൊന്നുമില്ല. കുറേ പെരുമ്പാമ്പിനെയും ഒരുപാട് മൃഗങ്ങളെ കണ്ട്. ഹാംസ്റ്റർ ഉണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. നല്ലോണം വിശക്കുന്നുണ്ട്. അപ്പോൾ ഒരുപാട് തപ്പിയിട്ടാണ് ഞങ്ങൾക്കൊരു റെസ്റ്റോറൻറ്റ് കണ്ടെത്താൻ കഴിഞ്ഞത്. നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് MRA കണ്ട്. അപ്പോൾ അവിടെ കയറി. അത്യാവശ്യം നല്ല അടിപൊളി സ്ഥലമായിരുന്നു, നല്ലൊരു ആംബിയൻസായിരുന്നു. ഒരു 4 കെട്ട് സ്റ്റൈലിലെല്ലാം നല്ല രസമുണ്ടായിരുന്നു കാണാൻ. അപ്പോൾ അവിടെ നിന്നാണ് ഞങ്ങൾ ഫുഡ് കഴിച്ചത്. നല്ല അടിപൊളി ഫുഡുമായിരുന്നു. ചിക്കൻ മന്തിയും പൊറാട്ടയും ബീഫ് ഫ്രൈയുമാണ് ഞങ്ങൾ ഓർഡർ ചെയ്തത്. അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ തന്നെ ഫുഡ് കഴിച്ച് നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു.
ഒരു കോമ്പൗണ്ട് മുഴുവൻ തന്നെ MRൻ്റെ തന്നെയാണ്. അവിടെ ചായ ഉണ്ട്, പിന്നെ ഫ്രഷ് ഫിഷ് ഗ്രില്ല് ചെയ്ത് തരും, പിന്നെ നല്ല അടിപൊളിയാണ്. പിന്നെ ഞങ്ങൾ നേരെ വിട്ടത് മാടായിപ്പാറയിലേക്കാണ്, കണ്ണൂരുള്ള. നല്ലൊരു സമയമാണ്, നല്ലൊരു വൈകുന്നേരം കാണാൻ നല്ല രസമുണ്ട്. ആകാശമൊക്കെ നല്ല തെളിഞ്ഞിട്ട് നല്ല ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റിയ നല്ലൊരു സമയമാണ്. ഞങ്ങൾ പോകുമ്പോൾ അധികം ആളൊന്നും ഇല്ലായിരുന്നു. മാടായിപ്പാറ എന്ന് പറഞ്ഞിട്ട് ഞാൻ എവിടെയാണ് പാറകൾ നോക്കുമ്പോൾ ഞങ്ങൾ ഈ നടക്കുന്നത് തന്നെയാണ് പറമ്പിലൂടെയാണ് ഞങ്ങൾ നടക്കുന്നത്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരുപാട് ആളുകൾ വന്ന് അത്യാവശ്യം നല്ല തിരക്കൊക്കെ വരാൻ തുടങ്ങി. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഞങ്ങൾ വേപ്രക്കായലാണ് പോയത്. ഫ്ലോട്ടിംഗ് പാർക്കാണ്. അപ്പോൾ അവിടെ പോയി, അവിടെ നല്ലൊരു പാർക്ക്, നല്ല രസമുണ്ടായിരുന്നു കാണാൻ. അപ്പോൾ ഇതാണ് വേപ്രക്കായൽ ഫ്ലോട്ടിംഗ് പാർക്ക്. അപ്പോൾ നല്ല രസമുണ്ട്. പിന്നെ ഇങ്ങനെ പിന്നെ അത്യാവശ്യം കുട്ടികൾക്ക് കളിക്കാനുള്ള പിന്നെ ഊഞ്ഞാലും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇങ്ങനെ ഈ കാലിൻ്റെ നടുവിലൂടെ ഇതുപോലെ നടക്കുക, നല്ല രസമുണ്ട്. പിന്നെ ചെറിയ മോനിക്ക് നല്ല പേടിയാവുന്നുണ്ടായിരുന്നു. ഇത് പൊട്ടിയിട്ട് ഞങ്ങൾ താഴെ പോകുമെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഈ പാലത്തിലൂടെ ഞങ്ങൾക്ക് അത്യാവശ്യം നടക്കാനുള്ള അത്രയുണ്ട്. ഞങ്ങൾ പോയ ആ സമയവും പിന്നെ നല്ല രസമുണ്ടായിരുന്നു. നല്ല രസം എന്ന് വെച്ചാൽ അങ്ങനെ ഉണ്ടാവില്ല, ഞങ്ങൾക്ക് ഓർമ്മയിൽ നിൽക്കുന്ന പോലത്തെ നല്ലൊരു പ്രകൃതി രമണീയമായ സ്ഥലമാണ്. നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളൊരു സൂര്യാസ്തമയ സമയത്താണ് പോയത്. അത്യാവശ്യം ലേറ്റായിന്, അപ്പോൾ നല്ല ഭംഗിയിൽ ഞങ്ങൾക്ക് നല്ലോണം കാണാൻ പറ്റി. ഒരുപാട് സമയം ഞങ്ങൾ അവിടെ തന്നെ സ്പെൻഡ് ചെയ്തിന്. അവിടെ ഇങ്ങനെ ഞങ്ങൾക്ക് അത്യാവശ്യം വേണ്ടുന്ന സ്നാക്സ്, ഫുഡ് ഒക്കെ കഴിക്കാനുള്ള സൗകര്യമുണ്ട്, ജ്യൂസും പിന്നെ ചായയൊക്കെ. അതിനുശേഷം അവിടെ ബോട്ട് സർവീസ് ഉണ്ടായിരുന്നു. ലാസ്റ്റ് പിന്നെ ട്രിപ്പാണ്. അപ്പം ഞങ്ങൾ എത്തിയപാട് ഞങ്ങൾ ബോട്ടിലും കയറി. നല്ല ഭംഗിയുണ്ടായിരുന്നു ബോട്ട് യാത്രയൊക്കെ. അപ്പോൾ ബോട്ടിൽ നല്ല പാട്ടെല്ലാം വെച്ചിന്. അപ്പം നശ്വ കുറച്ച് നേരം ഡാൻസെല്ലാം കളിച്ച്. ഞങ്ങൾക്കും ഡാൻസ് കളിക്കണമെന്നൊക്കെ ഉണ്ടായിരുന്നു. ലാസ്റ്റ് ട്രിപ്പായതുകൊണ്ട് തന്നെ അധികം ആളൊന്നും ഉണ്ടായിരുന്നില്ല. നശ്വ കുറച്ച് നേരം നല്ല രസത്തിൽ ഡാൻസൊക്കെ കളിച്ച്. നല്ലൊരു കാലാവസ്ഥ, പിന്നെ നല്ല ഭംഗിയുണ്ടായിരുന്നു എല്ലാം. അപ്പോൾ അതൊരു നല്ല യാത്രയായിരുന്നു, നല്ല ഓർമ്മകളും. അപ്പോൾ ഇത്രയൊക്കെയാണ് ഞങ്ങളുടെ ഇന്നത്തെ വിശേഷങ്ങൾ. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾക്ക് നന്നായിട്ട് വിശക്കാൻ തുടങ്ങി. എന്തെങ്കിലും പിന്നെ ചായ കുടിക്കാമെന്ന് പറഞ്ഞിട്ടാണ് ഇറങ്ങിയത്. അവസാനം ഇതൊക്കെയാണ് കഴിച്ചത്. ഞാൻ ഒരു ഫാലുദയാണ് ഓർഡർ ചെയ്തത്. അപ്പോൾ അതെല്ലാം കഴിച്ചിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് പോയി. അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യും, ഷെയർ ചെയ്യുകയും ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.